ഹലോ എവരിവൺ. ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിലെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾക്ക് പ്രത്യേകിച്ചും SSC, GD, MDS, CGL, CHSL പോലെയുള്ള എക്സാംസിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ്. 3 ഭാഗം കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് കൂടെ ആകുമ്പോൾ ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റ്സിലെയും ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. നമുക്കിന്ന് ആദ്യം രാജസ്ഥാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രാജസ്ഥാനിലെ ഫെസ്റ്റിവൽസ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് ഇൻ രാജസ്ഥാൻ. ഒന്ന് മരു ഫെസ്റ്റിവൽ. മരു ഫെസ്റ്റിവൽ. നമ്മൾ മരു എന്നൊക്കെ പറയുന്നത് മരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് അല്ലേ. ഇപ്പൊ രാജസ്ഥാൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ അത് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പം മരു ഫെസ്റ്റിവൽ 2022 രാജസ്ഥാനിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ജയ്സാൽമർ ഡെസേർട്ട് ഫെസ്റ്റിവൽ. ജയ്സാൽമർ രാജസ്ഥാനിലാണെന്ന് നമുക്കറിയാം. ജയ്സാൽമർ ഡെസേർട്ട് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ പുഷ്കർ ഫെസ്റ്റിവൽ, എലിഫന്റ് ഫെസ്റ്റിവൽ. ഇത് 4 രാജസ്ഥാനിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫെസ്റ്റിവലാണ്. മരു ഫെസ്റ്റിവൽ, ജയ്സാൽമർ ഡെസേർട്ട് ഫെസ്റ്റിവൽ, പുഷ്കർ ഫെസ്റ്റിവൽ, എലിഫന്റ് ഫെസ്റ്റിവൽ. ഈ 4 ഫെസ്റ്റിവൽസും രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവൽസ് ആണ്. മരു ഫെസ്റ്റിവൽ, ജയ്സാൽമർ ഫെസ്റ്റിവൽ, ഡെസേർട്ട് ഫെസ്റ്റിവൽ, പുഷ്കർ ഫെസ്റ്റിവൽ, എലിഫന്റ് ഫെസ്റ്റിവൽ. ഇത് 4 രാജസ്ഥാനിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന പേരുകളൊക്കെ രാജസ്ഥാനുമായിട്ട് പല തരത്തിൽ ബന്ധമുള്ളതായതുകൊണ്ട് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ഫെസ്റ്റിവൽസിന്റെ പേര് ഓർക്കാൻ. അടുത്ത സിക്കിമിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആദ്യം ഇവിടെ പറഞ്ഞത്. സിക്കിമിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലോസാങ് ഫെസ്റ്റിവൽ, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ലോസാങ് ഫെസ്റ്റിവൽ സിക്കിമിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലോസാങ് ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ അതിനെ നാംസങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നു. നാംസങ് ഫെസ്റ്റിവൽ, ലോസാങ് ഫെസ്റ്റിവൽ എന്ന് കേട്ടാൽ സിക്കിമിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത സാഗാ ദാവ ഫെസ്റ്റിവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാഗാ ദാവ ഫെസ്റ്റിവൽ സിക്കിമിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലോർഡ് ബുദ്ധയുടെ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിന് മെമ്മറൈസ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് സാഗാ ദാവ ഫെസ്റ്റിവൽ. സിക്കിമിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് അരുണാചൽ പ്രദേശിലെ ഫെസ്റ്റിവൽസ് ആണ്. ടോർഗ്യ ഫെസ്റ്റിവൽ. ഒന്ന് ടോർഗ്യ ഫെസ്റ്റിവൽ 2022. 2 സൊളാങ് ഫെസ്റ്റിവൽ 2021. അപ്പം റീസെന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഫെസ്റ്റിവൽസ് ആണ് ടോർഗ്യ ഫെസ്റ്റിവൽ, അതുപോലെ സോളങ് ഫെസ്റ്റിവൽ. ഇത് രണ്ടും അരുണാചൽ പ്രദേശിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ടോർഗ്യ ഫെസ്റ്റിവൽസിന്റെ പ്രത്യേകതയുണ്ട്. ടു എലിമിനേറ്റ് എക്സ്റ്റേണൽ എനർജി ഫ്രം എർത്ത്. ഭൂമിക്ക് പുറത്തു നിന്നുള്ള വേണ്ടാത്ത ശക്തികൾ ഭൂമിയിലേക്ക് കടന്നു വരികയും അതിനെ നശിപ്പിച്ച് അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നൊരു വിശ്വാസത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ് ടോർഗ്യ ഫെസ്റ്റിവൽ. അതുപോലെ സൊളങ് ഫെസ്റ്റിവൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് സൊളങ് ഫെസ്റ്റിവൽ. ഇപ്പോൾ 2 ഫെസ്റ്റിവൽസ് അരുണാചൽ പ്രദേശിലാണ് പഠിച്ചത്. അടുത്തത് ഗുജറാത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫെസ്റ്റിവൽ. 2 ഫെസ്റ്റിവൽസ് ആണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ 17th ശാല പ്രവേശോത്സവ്. 17th ശാല പ്രവേശോത്സവം, പ്രൈമറി സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം. നമ്മൾ മലയാളത്തിലും അങ്ങനെ നമ്മുടെ കേരളത്തിലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് നാഷണൽ ലെവലിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നമ്മളിവിടെ പറയുന്നത്. 17th ശാല പ്രവേശോത്സവ് 2022 ഗുജറാത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ പറയുന്നത്. ടു എൻറോൾ സ്റ്റുഡൻസ് ഇൻ പ്രൈമറി സ്കൂളുകളിൽ സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യപ്പെടാൻ വേണ്ടി, കൂടുതൽ കുട്ടികളെ പ്രൈമറി സ്കൂൾസിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ശാല പ്രവേശോത്സവ് 2022 ഗുജറാത്തിൽ സെലിബ്രേറ്റ് ചെയ്തത്. അടുത്ത ഉഗാഡി ഫെസ്റ്റിവൽ ഗുജറാത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അത് ഗുജറാത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള പല സ്റ്റേറ്റ്സിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മെയിൻ ഫെസ്റ്റിവൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക ഇവിടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഉഗാഡി ഫെസ്റ്റിവൽ. ഓക്കെ, അടുത്തത് ഹരിയാനയിലുള്ള ഫെസ്റ്റിവലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫെസ്റ്റിവൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെയർ. സൂരജ് കുണ്ട് ഫെസ്റ്റിവൽ എന്ന് പറയും. 35ാമത് സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെയർ. ലോക്കലായിട്ടുള്ള ആർട്ടിസാൻസിനെ, ഈ പറയുന്ന ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ലോക്കലായിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്ത് അവർക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ആർട്ട് ക്രാഫ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അത് 35ാമത് ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെയർ, സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെയർ ഹരിയാനയിലാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഹരിയാന.
അടുത്തത് കാർഗിൽ, അത് ഹരിയാനയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫെസ്റ്റിവലാണ്. അടുത്തത് കാർഗിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഫെസ്റ്റിവലാണ്. ഖേലോ ഇന്ത്യ സംസ്കാർ വിന്റർ സ്പോർട്സ് ഫെസ്റ്റിവൽ 2021 എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഖേലോ ഇന്ത്യ സംസ്കാർ വിന്റർ സ്പോർട്സ് ഫെസ്റ്റിവൽ, ഖേലോ ഇന്ത്യ സംസ്കാർ വിന്റർ സ്പോർട്സ് ഫെസ്റ്റിവൽ 2021 കാർഗിലാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. വിന്റർ സ്പോർട്സ് ഫെസ്റ്റിവൽ കാർഗിലിൽ. അടുത്ത ചണ്ഡീഗഡിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഫേമസ് ഫെസ്റ്റിവലാണ് റോസ് ഫെസ്റ്റിവൽ 2022. റോസ് ഫെസ്റ്റിവൽ 2022 റോസ് ഫെസ്റ്റിവൽ ചണ്ഡീഗഡ്, സെലിബ്രേറ്റഡ് ഇൻ ചണ്ഡീഗഡ്. അടുത്ത് ജാർഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട രണ്ട് ഫെസ്റ്റിവൽസ് ആണ്. 2022 സെലിബ്രേറ്റ് ചെയ്ത സാർഹുൽ ഫെസ്റ്റിവൽ 2022. സാർഹുൽ ഫെസ്റ്റിവൽ ഇത് ട്രീസിനെയൊക്കെ, മരങ്ങളെയൊക്കെ വർഷിപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവലാണ് സാർഹുൽ ഫെസ്റ്റിവൽ. എവിടെയാണ്? ജാർഖണ്ഡിലാണ് സാർഹുൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ഹിമാചൽ പ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫെസ്റ്റിവൽസ് ആണ്. ഹിമാചൽ പ്രദേശിൽ ഒന്ന് കുളു ദസറ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം അല്ലെ. കുളു മണാലി എന്ന് പറയുന്നതൊക്കെ ടൂറിസ്റ്റ് പ്ലേസസ് ഹിമാചൽ പ്രദേശിലാണുള്ളത്. ഇപ്പൊ കുളു ദസറ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഹിമാചൽ പ്രദേശിലാണ്. കുളു ദസറ അത് ഒക്ടോബർ മന്തിലാണ് കുളു ദസറ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്തത് ലോസാർ ഫെസ്റ്റിവൽ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലോസാർ ഫെസ്റ്റിവൽ ഹിമാചൽ പ്രദേശിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ലോസാർ ഫെസ്റ്റിവൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അത് ഒരു സിംഗിൾ സ്റ്റേറ്റിൽ മാത്രമല്ല, പല സ്റ്റേറ്റ്സിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ടിബറ്റൻ ന്യൂ ഇയർ ആണ്, അല്ലെങ്കിൽ അതൊരു ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ടിബറ്റിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ, പുതുവർഷ ആഘോഷം എന്ന രീതിയിലാണ് ലോസാർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്ത ഹാൽദ ഫെസ്റ്റിവൽ, അതുപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉന്മേഷ് 2022. ഇത്രയും ഫെസ്റ്റിവൽസ് ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് കുളു ദസറ ഒക്ടോബറിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ലോസാർ ഫെസ്റ്റിവൽ, ഹാൽദ ഫെസ്റ്റിവൽ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉന്മേഷ് 2022. ഇത്രയും കാര്യങ്ങൾ ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയുള്ള ഫെസ്റ്റിവൽസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കേരളത്തിലെ ഫെസ്റ്റിവൽസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഫെസ്റ്റിവൽസും ചോദിക്കാറുണ്ട്. ഇപ്പം തൃശ്ശൂർ പൂരം, അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്. തൃശ്ശൂർ പൂരം ഒരുപാട് വട്ടം എക്സാംസിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മിക്കവാറും എല്ലാ ഷിഫ്റ്റുകളിലും എല്ലാ എക്സാംസിനും ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഫെസ്റ്റിവൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, തുമ്പി തുള്ളൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ചോദിക്കാം. നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതപ്പെടുന്ന ചില ഫെസ്റ്റിവൽസ് പോലും ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ 3 സെഷൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് നോട്ട് ചെയ്ത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയും റെയിൽവേയുടെയും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 സെഷൻ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയും ഫെസ്റ്റിവൽസ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെവലിലെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.